പ്രിയ സഹോദരങ്ങളെ, നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും എത്ര വലിയ ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മന്ത്രവാദികൾ പറയുന്നത് കേൾക്കുക. അവർ ഇപ്പോഴാണ് കർത്താവിനെ അറിഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു തന്നെയാണ് സത്യദൈവമെന്ന് അവർ അടിച്ച് പറയുകയാണ്. ഇവർ പറയുന്ന കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം. സ്തോത്രം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കട്ടെ എല്ലാവരും. സ്തോത്രം. അവർ പറയുന്നതിനെ കേൾക്കുക. നമ്മുടെ കർത്താവ് ഇനി വരുവാൻ എത്ര താമസമുണ്ടെന്ന്. അന്ത്യനാളിൽ ഞാൻ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. സകല ജനങ്ങളും കാണേണ്ടതും അറിയേണ്ടതുമായ കാര്യം, സകല ക്രിസ്ത്യാനികളെന്ന് പറയുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികൾ കാണേണ്ട കാര്യം, ലോകത്തുള്ള സകല മനുഷ്യരും കാണേണ്ട കാര്യമാണ്, അറിയേണ്ട കാര്യമാണ്. സ്തോത്രം. ഇത് സകല ജനത്തിൻ്റെ അടുക്കലേക്കും എത്തിക്കുവാൻ ഓരോരുത്തർക്കും ആ കർത്തവ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിൽ കൂടെ അരുളി ചെയ്തിരിക്കുന്നു. ഇതാ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാമത്തെ അധ്യായം, അതിൽ 17-ാമത്തെ വാക്യം. അതിൽ പ്രകാരം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് കുറച്ചെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ സാക്ഷിയാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുക, ഒന്ന് ചിന്തിക്കുക, ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയാണോ, യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സത്യസാക്ഷിയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട്, ഈ സുവിശേഷം നിങ്ങൾ കേട്ടിട്ട് ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനെ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ആണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ നിങ്ങൾ സഹായിക്കുക. സ്തോത്രം. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഈ ഒരു കാര്യം ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ ഒരു നല്ല സാക്ഷി എന്ന് പറയത്തക്കവണ്ണം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ വലിയ കാര്യം. ഒരു ഹൈന്ദവ പുരോഹിതന്മാർ, അത് ഏത് ഭാഷയിൽപ്പെട്ടവരെന്നുള്ളതല്ല നമ്മൾ ഇവിടെ വിഷയം. ഒരു തെലുങ്ക് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴിൽ സംസാരിക്കുന്ന അവർ പറയുകയാണ്, യേശു ക്രിസ്തു തന്നെയാണ് സത്യദൈവം, യേശു ക്രിസ്തു തന്നെയാണ് സത്യദൈവം എന്നവർ പറയുന്നുവെങ്കിലും അവർ കർത്താവിനോട് ചേരുവാനുള്ള ആ സ്നാനമേൽക്കുകയോ കർത്താവിൻ്റെ സഭയോട് ചേരുകയോ ചെയ്യാതെ അങ്ങ് പോവുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ പാരമ്പര്യ ക്രിസ്ത്യാനികൾ പറയുന്ന കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ടവരും ഇത് വ്യക്തമായി അറിയണം, കാണണം. അതുപോലെ തന്നെ ഈ ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ടവരും ഇത് അറിയണം, കാണണം. നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളിത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ സത്യദൈവമെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിൻ്റെ സഭയോട് ചേരുക. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന വാക്കിൽ എന്തെങ്കിലും അർത്ഥമുള്ളൂ. ഇതുപോലെ എത്രയോ പേർ അവർ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, വലിയ പുരോഹിതന്മാരാണ്, അവർ ഹൈന്ദവ പുരോഹിതന്മാരാണ്, പുറമെ പറയുന്നുണ്ട്. എന്നാൽ
അവർക്ക് അവരുടെ ആ പാരമ്പര്യം വിട്ട് വരുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ, ഇത് കാണുന്ന എല്ലാവരും തന്നെ ഇതിന് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകർ ഇത് വിശ്വസിക്കട്ടെ. അനേകർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കട്ടെ. അനേകരുടെ അടുക്കലേക്ക് ഇത് എത്തിച്ചേരട്ടെ. കർത്താവായ യേശു ക്രിസ്തു തന്നെ സത്യദൈവമെന്ന് ഇവർ പറയുന്നത് പോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും അവർ പ്രാവർത്തികമാകട്ടെ. എല്ലാവരും മുട്ടിപ്പോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കെട്ടുകളിൽ നിന്നെല്ലാം ഇവർ വിടുവിക്കപ്പെട്ട് യേശു ക്രിസ്തു എന്ന രക്ഷകനായി തന്നെ സ്വീകരിക്കുവാൻ ഇടയാകണം. സ്തോത്രം. ഇത് ഒന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ പറയുക. സ്തോത്രം. இயேசுபிரான் என்பவர் இந்த உலகத்துக்கு கிடைத்த பெரிய அரிது மானிடராக வந்து அவதரித்த உத்தமர். அப்படிப்பட்ட உத்தமர் இயேசுபிரான். அவரை அரசியல் உள்நோக்கத்துடன் ஆக்கி அவருக்கு தண்டனை கொடுத்தார்கள். ஆணி அடித்தார் மேனியிலே, அன்பை விதைத்தார் பூமியிலே, கண்ணை இழந்த யூதர்களே, கர்த்தர் நம்மை காத்திடுவார். குடிபாயும் கண்களிலே குருதி பாய்ந்து போகின்றார். அந்த உலகையே சுமக்கும் தோள்கள்ல சிலுவை சுமந்து போகின்றார் இயேசுபிரான். அப்படிப்பட்ட ஒரு அற்புதமான ஒரு நம்மளுக்கு கிடைச்ச பொக்கிஷத்தை அவர்கள் அரசியல்வாதி என்று நடத்தி விட்டார்கள். ஆக கடவுள் ஜீசஸாக அவதாரம் எடுத்த நாள் நன்னாள் கிறிஸ்துமஸ் தினம். அவருக்கு ஏன் ஜீசஸ்ன்னு பேர் தெரியுங்களா? நம்முடைய பாவங்களை போக்குவதற்காக அவதாரம் எடுத்ததுனால அவருக்கு ஜீசஸ் என்று பேர். ஜீசஸ் ஒரு சாதாரண மனிதனாக அவதாரம் எடுத்து நம்மை ஒய்விப்பதற்காக வந்த கடவுளின் திருக்குமாரன். அதனால்தான் அவரை சன் ஆஃப் காட் என்று கூறுகின்றார்கள். கடவுளின் திரு அவதாரம், கடவுளே ஒரு குமரனாக அவதாரம் எடுத்த நன்னாள். యేసు క్రీస్తుని విశ్వసించండి. ఆయన మాత్రమే నిజమైన దేవుడు. ఆయనే మనలను రక్షించువాడు. యేసు క్రీస్తుని విశ్వసించండి. ఆయన మాత్రమే నిజమైన దేవుడు. ఆయనే మనలను రక్షించువాడు. സ്തോത്രം. ഇന്ന് പലരും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. ക്രിസ്തുവിന് വേണ്ടി ഒന്നും ചെയ്യില്ല. അവരുടെ കാര്യങ്ങളെ നോക്കി നടക്കുന്നു. അവരുടെ ഭാര്യയായി, മക്കളായി, അവരുടെ കുടുംബമായി അങ്ങനെ ജീവിക്കുകയാണ്. നമുക്കെന്തിനീ പൊല്ലാപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ മേലും സുവിശേഷത്തിൻ്റെ ആ കർത്തവ്യമുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയാൽ സ്വർഗത്തിലേക്ക് അവിടെ പോകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നീ എന്താണ് നേടി ഇവിടെ കൊണ്ടുവന്നുവെന്ന്. എന്ത് നേടി? നീ ഇവിടെ ലോകത്തിൽ എന്ത് നേടി? വലിയ കൊട്ടാരം കിട്ടിയെന്ന് പറയുവോ? ഇല്ല ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയെന്ന് പറയുവോ? ഒരു വലിയ വലിയ ഗോപുരങ്ങൾ കിട്ടിയെന്ന് നീ പറയുവോ? എന്തു പറയും? അതൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ സമ്പാദിക്കുന്ന യാതൊന്നും തന്നെ നമ്മളെ കൂടെ വരത്തേയില്ല. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ കാണത്തില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആത്മാവിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നുവെങ്കിൽ, അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, നമ്മൾ ഒരു ആത്മാവിനെ നേടിയാൽ ആ ആത്മാവ് നമ്മളെ കൂടെ ഉണ്ടാവും, കൂടെ വരും. സ്വർഗത്തിൽ പോകുമ്പോൾ ഒരു ആത്മാവിനെയെങ്കിലും കൊണ്ടുപോകുവാൻ നാം തയ്യാറുള്ളവരാകണം. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ എല്ലാവരും ജീവിക്കും പോലെ തിന്ന് കുടിച്ച് സുഖിച്ച് അങ്ങ് ജീവിച്ച് മണ്ണിൻ്റെ അടിയിൽ പോയി അങ്ങ് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ തിന്ന് കുടിച്ച് സുഖിച്ച് കൊട്ടാരങ്ങളുണ്ടാക്കി, അല്ലെങ്കിൽ ഗോപുരങ്ങളുണ്ടാക്കി, അല്ലെങ്കിൽ ഞാനിവിടെ കുറേ പേരെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ അവിടെ നിന്നെ അറിയത്തില്ല എന്ന് പറയും. എന്നാൽ ഒരാത്മാവിനെയെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുവെങ്കിൽ ഓരോ ക്രിസ്ത്യാനികളെ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളുക. ഒരാത്മാവിനെയെങ്കിലും കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വിധത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചതിൽ ഭാഗ്യവാൻ എന്ന് പറയാൻ സാധിക്കും, ഭാഗ്യവതി എന്ന് പറയുവാൻ സാധിക്കും. സുവിശേഷത്തിൻ്റെ സഹായം എന്ന് പറയുന്നത് അനേകരുടെ അടുക്കിലേക്ക് സുവിശേഷത്തെ എത്തിക്കുക എന്നുള്ളതാണ് സുവിശേഷം. അതിനു വേണ്ടി നിങ്ങൾ സഹായിക്കണം. അങ്ങനെ നിങ്ങളുടെ സഹായത്തിൻ്റെ മനോഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു പ്രേരണ തരുമെങ്കിൽ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇത് വെറുതെ തുടങ്ങിയതല്ല. ഈ സുവിശേഷത്തിൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ചാനലിൽ പറയുന്ന കാര്യം സുവിശേഷത്തിൻ്റെ കാര്യമാണ്, വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അല്ലാതെ ഇതിൽ വേറെ കെട്ടുകഥയൊന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ അനേകർക്ക്
അറിയാത്ത കാര്യങ്ങളെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സഹായിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെ സഹായിക്കുന്നുവെങ്കിൽ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് അനേകരുടെ അടുക്കലെത്തിക്കുക. അനേകർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളെ ഇതിൽ കൂടെ പറഞ്ഞു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഞാൻ കുറേ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ ഇതിന് എഗെയിൻസായിട്ട് ഒരുപാട് പേർ സംസാരിക്കുന്നവരുമുണ്ട്. കാരണം പാരമ്പര്യം വിട്ട് വരുവാൻ കഴിയാതെ കിടക്കുന്ന, സാത്താൻ്റെ പിടിയിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനം, അവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കർത്താവ് പോലും അന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നും പാരമ്പര്യം വിട്ട്, വിഗ്രഹാരാധന വിട്ട്, ആഭിചാരം വിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, സ്വർഗരാജ്യം അവർ കൈവശമാക്കുവാൻ കർത്താവ് അന്ന് ആ ഏദേൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം, ആ ഖനി തരും എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവർക്ക് കൊടുക്കും എന്ത്? ജീവവൃക്ഷത്തിൻ്റെ ഫലം. അത് ഭക്ഷിക്കുവാൻ ഇന്ന് എത്ര പേർ തയ്യാറാവും? അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കേണ്ടത്. അല്ലാതെ ഞാനിവിടെ കുറേ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് പോയാൽ ഒരു സമ്പാദ്യം ഇവിടെ നിന്ന് കൂടെ വരത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരു ആത്മാവിനെയെങ്കിലും നമുക്ക് രക്ഷിക്കണം. നാശത്തിൻ്റെ വഴിയിൽ പോകുന്ന, അന്ധകാരത്തിൽ കഴിയുന്ന, ഈ അന്ധവിശ്വാസത്തിൽ കഴിയുന്ന, വിഗ്രഹാരാധനയ്ക്കും ആഭിചാരത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ സുവിശേഷ ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായത് പറഞ്ഞു തന്നിരിക്കുകയാണ്. പാപത്തിൻ്റെ പിടിയിൽ, ശാപത്തിൻ്റെ പിടിയിൽ കുടുങ്ങി കിടക്കുന്നവർ വിഗ്രഹാരാധനയിൽ കൂടെ, ആഭിചാരത്തിൽ കൂടെ. അവരെല്ലാം രക്ഷിക്കണമെങ്കിൽ സുവിശേഷം അവരുടെ അടുക്കൽ എത്തണം. അവർ സത്യസുവിശേഷം കേൾക്കണം. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അന്ത്യനാളിൽ സകല ജഡത്തിൻ്റെ മേലെ എൻ്റെ ആത്മാവിനെ പകരും. എന്തിനു പകരും? കർത്താവ് എന്തിനാണ് ആത്മാവിനെ പകരുന്നത്? അവർ അറിയണം യേശു ക്രിസ്തു ആരെന്ന്. ക്രിസ്തു ആരെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ആത്മാവിനെ പകരുന്നത് കർത്താവിൻ്റെ സുവിശേഷം അവർ കേൾക്കണം, അനുസരിക്കണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ പകരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അനേക ഹൈന്ദവ പുരോഹിതന്മാർ ഇന്ന് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അനേകർ പാരമ്പര്യം, അവരുടെ ആ ഹൈന്ദവ പൗരോത്യ പാരമ്പര്യങ്ങളെ വിട്ട് ഇന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടെ ചേർന്ന് ക്രിസ്തുവിൻ്റെ സഭയോട് ചേരാൻ മടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പൈശാച് അവനെ വിടുന്നില്ല, പിശാചായവൻ അവനെ വിടുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. അങ്ങനെ ഈ സുവിശേഷത്തെ സഹായിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഞാനിവിടെ നിർത്തുന്നു. അടുത്ത വിഷയമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുന്നത് വരെ സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ നിങ്ങൾ ഇതിന് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്തോത്രം. இயேசுபிரான் என்பவர் இந்த உலகத்துக்கு கிடைத்த பெரிய அரிது. மானிடராக வந்து அவதரித்த உத்தமர். அப்படிப்பட்ட உத்தமர் இயேசுபிரான். அவரை வந்து அரசியல் உள்நோக்கத்துடன் ஆக்கி அவருக்கு தண்டனை கொடுத்தார்கள். ஆணி கடித்தார் மேனியிலே, அன்பை விதைத்தார் பூமியிலே, கண்ணை இழந்த யூதர்களே, கர்த்தர் நம்மை காத்திடுவார். ஒளிவாயும் கண்களிலே குருதி பாய்ந்து போகின்றார். இந்த உலகையே சுமக்கும் தோள்கள்ல சிலுவை சுமந்து போகின்றார் இயேசுபிரான். அப்படிப்பட்ட ஒரு அற்புதமான ஒரு நம்மளுக்கு கிடைச்ச பொக்கிஷத்தை அவர்கள் அரசியல்வாதி என்று நினைத்து விட்டார்கள். ஆக கடவுள் ஜீசஸாக அவதாரம் எடுத்த நாள் நன்னாள் கிறிஸ்துமஸ் தினம். அவருக்கு ஏன் ஜீசஸ்னு பேர் தெரியுங்களா? நம்முடைய பாவங்களை போக்குவதற்காக அவதாரம் எடுத்ததுனால அவருக்கு ஜீசஸ் என்று பேர். ஜீசஸ் ஒரு சாதாரண மனிதனாக அவதாரம் எடுத்து நம்மை ஒய்விப்பதற்காக வந்த கடவுளின் திருக்குமாரன். அதனால்தான் அவரை சன் ஆஃப் காட் என்று கூறுகின்றார்கள். கடவுளின் திரு அவதாரம், கடவுளே ஒரு குமரனாக அவதாரம் எடுத்த நன்னாள். యేసు క్రీస్తుని విశ్వసించండి. ఆయన మాత్రమే నిజమైన దేవుడు. ఆయనే మనలను రక్షించువాడు.
యేసుక్రీస్తుని విశ్వసించండి. ఆయన మాత్రమే నిజమైన దేవుడు. ఆయనే మనలను రక్షించువాడు.